ഇവിടെ നമ്മൾ മെമ്പർഷിപ്പ് നമ്പർ ആണ് ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടത്. ഓരോ ആളുകൾക്കും ഓരോ മെമ്പർഷിപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ടാവും. ആ മെമ്പർഷിപ്പ് നമ്പർ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഡേറ്റ് ഓഫ് ബർത്ത് എന്നുള്ള ഭാഗത്ത് അപേക്ഷകന്റെ ഡേറ്റ് ഓഫ് ബർത്ത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ക്യാപ്ച എന്നുള്ള ഭാഗത്ത് ക്യാപ്ച ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഷോ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. ഇപ്പൊ നമുക്ക് ഈ ഒരു വ്യക്തിയുടെ വിവരങ്ങളും അതുപോലെ തന്നെ എത്ര രൂപ പേയ്മെന്റ് ചെയ്യാനുണ്ട് എന്നുള്ളതും എത്ര രൂപ പേയ്മെന്റ് ചെയ്തു എന്നുള്ളതും ഒക്കെ ഇവിടെ കാണിക്കും. നമുക്ക് പേയ്മെന്റ് മോഡ് എന്നുള്ള ഭാഗത്ത് സബ്സ്ക്രിപ്ഷൻ ഉണ്ട്, പെനാൽറ്റി ഉണ്ട്, സബ്സ്ക്രിപ്ഷൻ പ്ലസ് പെനാൽറ്റി ഉണ്ട്. നമുക്ക് അംശാദായം മാത്രം അടക്കുന്നതിനായിട്ട് സബ്സ്ക്രിപ്ഷൻ ഭാഗത്ത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇവിടെ നമുക്ക് ടോട്ടലി കൊടുക്കാനുള്ള എമൗണ്ട് ഇവിടെ കാണിച്ചിട്ടുണ്ടാകും. ഈ ഒരു എമൗണ്ട് ടോട്ടലി കസ്റ്റമർ പേയ്മെന്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. അവരുടെ കയ്യിലുള്ള ചെറിയൊരു എമൗണ്ട് മാത്രമാണ്. ഇപ്പോൾ 2000 രൂപ മാത്രമാണെങ്കിൽ ആ 2000 രൂപ എന്ന് മാത്രമായിട്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇനി നിങ്ങൾക്ക് എമൗണ്ട് കൂടുതലാണെങ്കിൽ ആ കൂടുതൽ എമൗണ്ട്, അതായത് ഇപ്പോൾ ഉദാഹരണത്തിന് 300 രൂപ മാത്രം അടക്കാനുള്ള ഒരു വ്യക്തി 1800 രൂപ അടക്കാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ ആ 1800 രൂപ അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതായത് നമ്മൾ എത്രയാണോ പേയ്മെന്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അത് അവിടെ ടൈപ്പ് ചെയ്ത് പേ നോ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. ഇപ്പൊ നമുക്ക് ഇവിടെ ആയിട്ട് പേയ്മെന്റ് ചെയ്യാനുള്ള ഓപ്ഷൻ നമുക്ക് ഇവിടെ കാണിക്കും. ക്രെഡിറ്റ്, ഡെബിറ്റ്, നെറ്റ് ബാങ്കിങ്, പേടിഎം, വാലറ്റ്, UPI ഇത്രയും ഓപ്ഷനുകൾ ഇവിടെ അവൈലബിൾ ആണ്. UPI ആണെങ്കിൽ UPI സെലക്ട് ചെയ്ത് പേ ബൈ QR കോഡ് ആണെങ്കിൽ QR കോഡ് വഴി, അല്ല കാർഡ് വഴിയാണെങ്കിൽ കാർഡ് വഴി നിങ്ങൾക്ക് എങ്ങനെയാണോ ചെയ്യേണ്ടത് അതുവഴി ആ പേയ്മെന്റ് കംപ്ലീറ്റ് ചെയ്യുക. ഞാനിപ്പോൾ ഒരു QR കോഡ് സ്കാൻ ചെയ്തിട്ടാണ് പേയ്മെന്റ് കംപ്ലീറ്റ് ചെയ്യുന്നത്. QR കോഡിനായിട്ട് സ്കാൻ ചെയ്തു പേയ്മെന്റ് കംപ്ലീറ്റ് ചെയ്യുന്നു. പേയ്മെന്റ് കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഇതുപോലെ വല്ല എററും വന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് ജസ്റ്റ് റീഫ്രഷ് അടിക്കാം. പ്രിന്റ് റെസിപ്റ്റ് ഭാഗത്തോട്ട് വരിക. നമുക്കത് ജസ്റ്റ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഡേറ്റ് ഓഫ് ബർത്ത് ടൈപ്പ് ചെയ്യുന്നു. ഇപ്പൊ നമുക്കതിന്റെ അടച്ചതിന്റെ പ്രിന്റ് നമുക്ക് ഇവിടെ കസ്റ്റമർക്ക് എടുത്തു കൊടുക്കാനായിട്ട് പറ്റും. ഇൻ കേസ് നമുക്ക് എന്തെങ്കിലും എറർ വരികയാണെങ്കിൽ മാത്രം ഈ ഒരു മെത്തേഡ് നിങ്ങൾക്ക് ഉപയോഗിക്കാനായിട്ട് കഴിയും.